നീ അങ്ങോട്ട് നോക്കി. എന്താ എന്താ ഇവിടെ? കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടോത്ര വിവാദവും. KPCC പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ വീട്ടിലും ഓഫീസിലും തകിടും രൂപങ്ങളും കുഴിച്ചിട്ടെന്നാണ് ആരോപണം. സുഗതന നശിപ്പിക്കാൻ ഈ മഹാഭാവി കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. കെ സുധാകരനെ അപായപ്പെടുത്താൻ വീട്ടിലും ഓഫീസിലും തകിടും രൂപങ്ങളും കുഴിച്ചിട്ടെന്നാണ് ആരോപണം. തന്റെ പ്രവൃത്തികളിൽ മന്ദതയും മ്ലാനതയും മഹാവലിയും ഉണ്ടാക്കുവാൻ വേണ്ടി ബ്രാഹ്മണനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പൊ കൂടോത്രം തന്നെയാണ്. കൂടോത്രം ഒന്നിരണ്ടതുമല്ല, 7 ആണ്. ഇതിനെന്താ മാർഗം? ആ കെട്ടഴിക്കണം. കെ സുധാകരനെ അപായപ്പെടുത്താൻ വീട്ടിലും ഓഫീസിലും തകിടും രൂപങ്ങളും കുഴിച്ചിട്ടെന്നാണ് ആരോപണം. ഇന്നു മുതൽ പത്രക്കാർക്കും ടിവിക്കാർക്കും ചാകരയായിരിക്കും. ചാകര ചാകര ചാകര. ശത്രു നിസ്സാരക്കാരനല്ല, സംഗതി കൂടോത്രമാണ്. കണ്ണൂർ നടാലിലെ വീടിന് സമീപത്ത് നിന്ന് ഇവ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നുണ്ട്. അത് നീയല്ലേ? ഏതാണ്? സത്യം പറ, അത് നീയല്ലേ? ഏതാണ്? അതല്ലാതിരിക്കാൻ മാർക്സിസ്റ്റുകാർ ചെയ്യാനിടയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട്. അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൂടോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാണ്? കൂടോത്രം സ്ഥിരീകരിച്ച് കെ സുധാകരനും രംഗത്ത് വന്നു. ഇതിനിടെ ചില വ്യക്തിപരമായ കണക്കുകളും തീർത്തോ എന്നൊരു സംശയം. തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന കെ സുധാകരനോട് കൂടോത്ര സംശയം പങ്കുവച്ചത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. പിന്നാലെ ഉണ്ണിത്താൻ ഇത്തരം പൂജകൾക്ക് പ്രതിവിധി ചെയ്യുന്ന ഒരാളെയുമായി സുധാകരന്റെ കണ്ണൂർ നടാലിലെ വീട്ടിലെത്തി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്ത് മുടക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ഒരു മൂലയിൽ നിന്ന് തകിടുകളും രൂപങ്ങളും കണ്ടെടുത്തത്. വിശ്വാസം അതല്ലേ എല്ലാം. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്നതോടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പൂജാരിയുമായി സുധാകരന്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണ് ഈ കഥയിലെ ഹീറോ. ഞാൻ ഞെട്ടി, പക്ഷെ വാസുവേട്ടൻ ഞെട്ടിയില്ല. പിന്നീട് നടത്തിയ പരിശോധനയിൽ പട്ടത്തെ വീടിന് സമീപത്തു നിന്നും KPCC ആസ്ഥാനത്ത് സുധാകരന്റെ ഇരിപ്പിടത്തിനരികിൽ നിന്നും വീണ്ടും സമാന രീതിയിലുള്ള തകിടുകളും മറ്റും കണ്ടെടുത്തു. അതൊക്കെ ഉണ്ണിത്താനോട് ചോദിച്ചാലേ അറിയൂ. ശരിയാണല്ലോ സാറേ, ചത്തത് ബിൻലാദനാണെങ്കിൽ കൊന്നത് ഒബാമ തന്നെ. അതൊന്നും കഴിയില്ല. ഇത് കുറെ മുമ്പേ കോൺഗ്രസ് പുറത്താക്കിയ ബാലകൃഷ്ണൻ പെരിയ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ദുർമന്ത്രവാദ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിലിപ്പോ എന്താ ഒരു സംശയം? താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല. പിന്നാലെയാണ് കെ സുധാകരനെതിരെ കൂടോത്രം നടത്തിയെന്ന പരാതിയും ദൃശ്യങ്ങളും പുറത്തു വന്നത്.